السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسول الكريم وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد. പിർസത്തോ സത്യവിശ്വാസിമാര വിശ്വാസിനിമാര സഹോദരന്മാര സഹോദരിമാര അള്ളാഹു സുബ്ഹാനഹു തആലರು പേടിച്ച് ജീവിക്കുന്ന ചൊന്തു സ്വന്തത്തെ മറക്കാണ്ടെ ഇവിടെ കൂടിയിട്ടുള്ള നിങ്ങൾക്കെല്ലാവരോട്ടും വസിയത്താക്കിற ഉപദേശിக்கிற റബ്ബു സുബ്ഹാനഹു തആല അത്തരത്തിലുള്ള പേടിച്ച് ജീവിക്കുന്ന മുത്തഖിമാരുടെ കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരും ആക്കി തീർക്കട്ടെ. സീറത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമರು ജീവന ചരിത്ര വിശദീകരിക്കുന്നതായോ ഈ ക്ലാസ്സിലെ 85ാമത്തെ ക്ലാസ്സിലെത്തിക്കറ് ഞങ്ങളുടെ കൂടെ ഒട്ടികയറും. ലാസ്റ്റ് ക്ലാസ്സിൽ ഞങ്ങൾ ചൊന്നുവെച്ച വിഷയ മക്ക ഫത്ഹിൽ പിന്നെ ഹുനൈൻ യുദ്ധം നടന്നതും അതിൽ പിന്നെ ത്വായിഫ് യുദ്ധ നടന്നതുമായ വിഷയ. അതിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജഹറാനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോയിട്ട് അവിടെ ജഹറാനിൽ വെച്ചിട്ടേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗനീമത്ത് സ്വത്ത് വിതരണാക്കിയിട്ട് ആ വിതരണാക്കിയ കൂട്ടത്തിൽ അൻസാർമാർക്ക് കൊടുക്കാണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുതിയ ഇസ്ലാമുക്ക് വന്ന ആൾമാർക്കും അതേപോലെ കുറെ മുഷ്രിക്കായ ആൾമാർക്കായിട്ട് അത് വിതരണാക്കിരെ. ആ സന്ദർഭത്തിൽ അൻസാർമാർക്ക് ബേജാറായതും അതിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാർമാർക്ക് അങ്ങനെ സമാധാനാക്കുന്നതും അതെല്ലാം ഞങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കി വെച്ചതായി കാര്യത്തിക്കർ. ഇനി ഞങ്ങൾ മനസ്സിലാക്കുക പോണ്ടോ ഹിജ്റ 8ാമത്തെ വർഷത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവനത്തിൽ നടക്കുന്നതായ വിഷയം ಅಂದ್ರೆ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ മോളു സൈനബ റളിയല്ലാഹു അൻഹರು വഫാത്ത് അത് ഹിജ്റ 8ാമത്തെ വർഷത്തിലെത്തിക്കുന്ന നടന്നതിനെ ചൊല്ല വിഷയ ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കുക സാധ്യമായ ഒരു കാര്യമായിട്ടിക്കർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ടോട്ടൽ 4 പെൺമക്കളായിട്ടിക്കർ, 3 ആൺമക്കളും 4 പെൺമക്ക. ആ 4 പെൺമക്കളതിൽ ഒരു മോളു റുഖയ്യ റളിയല്ലാഹു അൻഹ ഐമ ഹിജ്റ 2ാമത്തെ വർഷത്തിലെത്തിക്കർ വഫാത്താവർ. അതായത് ബദ്രി യുദ്ധമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിരങ്ങ റിട്ടേൺ പണ്ട ടൈമിലെത്തിക്കർ റുഖയ്യ റളിയല്ലാഹു അൻഹ വഫാത്താവർ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു 1ാമത്തെ പെഞ്ഞായി. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നൊരു മോളെത്തിക്കറാറ് സൈനബ റളിയല്ലാഹു അൻഹ. സൈനബ റളിയല്ലാഹു അൻഹ ഈ ഒരു സന്ദർഭത്തിൽ ഹിജ്റ 8ാമത്തെ വർഷത്തിലെത്തിക്കർ മരണപ്പെടുറി. പിന്നൊന്ന് 3ാമത്തേത് ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ ഐമ ഹിജ്റ 9ാമത്തെ വർഷത്തിലെത്തിക്കർ വഫാത്തവർ. ഉമ്മു കുൽസൂം ഉസ്മാൻ റളിയല്ലാഹു അൻഹു 2ാമത്തെ പെഞ്ഞായി. പിന്നൊന്നു ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഫാത്തിമ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായിട്ട് 6 തിങ്കളിൽ പിന്നെ എത്തിക്കർ ഫാത്തിമ റളിയല്ലാഹു അൻഹ മരണപ്പെടും. അപ്പൊ ഏതായെങ്കിലും ഈ ഹിജ്റ 8ാമത്തെ വർഷത്തിൽ സൈനബ റളിയല്ലാഹു അൻഹ ഐറ്റിക്കർ വഫാത്തവരെ ആ ഒരു വിഷയ നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധ്യത. നോക്കൂ, ഉമ്മു അത്തിയ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ആക്കുന്ന ഹദീസിൽ കണ്ട് ഐമ ചൊല്റേ ദഖല അലൈന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹീന തുവഫിയത് ഇബ്നതഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മോളു സൈനബ റളിയല്ലാഹു അൻഹ മരണപ്പെട്ട സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കിയിട്ട് നഗല മുട്ട ബന്ത്. അതായത് സൈനബ റളിയല്ലാഹു അൻഹ കുളിപ്പാട്ടിരിക്കുന്ന സന്ദർഭത്തിൽ നഗല മുട്ട ബന്ത്. ഫഖാല അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു ഇഗ്സിൽനഹ സലാസൻ ഔ ഖംസൻ ഔ അക്സറ മിൻ ദാലിക്. അവളുടെ നിങ്ങ മയ്യത്ത് നിങ്ങൾ കുളിപ്പാട്ടുമ്പോൾ 3 പട്ട കുളിപ്പാട്ടറു അല്ലെങ്കിൽ 5 പട്ട കുളിപ്പാട്ടറു അല്ലെങ്കിൽ ബേന്മയെങ്കിൽ അതിരക്കാണ് യാറ് നിങ്ങ കുളിപ്പാട്ടറു ചൊന്നെങ്കിൽ ബെസസംഖ്യാക്കൃത ഇട്ടിക്കറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉദ്ദേശിക്കറ് ബെസസംഖ്യയിട്ടിക്കണു കുളിപ്പാട്ടുണ്ടായി. 1 3 അല്ലെങ്കിൽ 5 അല്ലെങ്കിൽ അതിരക്കാണ് യാറ് ചൊന്ന 7 ഒലിമ്പോ അങ്ങനെ എത്ര പട്ട പേനും കുളിപ്പാട്ട മാത്രമാ അത് ബെസസംഖ്യാക്കി തീർക്കുകയോ ശ്രദ്ധിക്കുക ഇട്ടിക്കറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു. അതിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലറേ ഇൻ റഅയ്തുന ദാലിക ബിമാഇൻ സിദ്രി. ಅದಕ್ಕೆ നിങ്ങൾ എന്താക്കുറു സിദ്റെ തന്നി നിങ്ങൾ എന്താക്കുറു ബീത്തറു. അതേപോലെ വജഅൽന ഫിൽ ആഖിറതി കാഫൂറ. അതെ ലാസ്റ്റ് തന്നി നിങ്ങൾ ಎಂದ್ರೆ ಕಾಫೂರ ತನ್ನಿ ಹಾಕೋರು. ಕಾಫೂರ್ ಚೊನ್ನೆಂಗಿ ಅಂದ್ರೆ ಕರ್ಪೂರത്തെ തന്നി മിക്സ് ആക്കിയിട്ട് നിങ്ങൾ ലാസ്റ്റ് തന്നി ബീത്തറു ചൊന്തൈറ്റിക്കറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉപദേശാക്കരെ. അപ്പൊ ഇതൊരു സുന്നത്തായിട്ടിക്കറ്. ഒരു മയ്യത്ത് കുളിപ്പാട്ടുമ്പോ
ആ മയ്യത്തിരെ ലാസ്റ്റ് തന്നി കർപ്പൂരത്തെ തന്നിയാക്കി ബീത്തുറതും അതേപോലെ കർപ്പൂര ഇടുന്നതും ഇതെല്ലാം സുന്നത്തായിട്ട് നമുക്ക് കാണാൻ സാധ്യ അവർ ഒന്നേറ്റിക്കർ. അതേപോലെ ഹിജ്റ 8ാമത്തെ വർഷത്തിൽ നടന്നതായി പിന്നൊരു വിഷയം ചൊന്നെങ്കിൽ നബി അലൈഹി വസല്ലമക്ക് മോണ് ജനിച്ചതായി ഇബ്രാഹിം ചൊല്ലുற മോണ് ജനിച്ചതായി ആ ഒരു വർഷം അത് ഹിജ്റ 8ാമത്തെ വർഷം എത്തിക്കർ. നബി അലൈഹി വസല്ലമക്ക് ടോട്ടൽ 3 ആൺമക്ക, 1 ഖാസിം, 2ാമത്തേത് അബ്ദുള്ള, 3ാമത്തേത് ഇബ്രാഹിം അല്ലെ. അപ്പൊ ഇബ്രാഹിം ചൊല്ലുற മോണ് ജനിക്കരെ ഈ ഒരു ഹിജ്റ 8ാമത്തെ വർഷത്തിലേറ്റിക്കർ. ഖാസിമും അബ്ദുള്ള ഖദീജ റളിയല്ലാഹു അൻഹയിൽ നിന്നേറ്റിക്കർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായരെ. മാത്രമാ ഇബ്രാഹിം ചൊല്ലുற ഈ കിടാവ് ഉണ്ടായരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ അടിമപ്പെണ്ണായിട്ടുള്ള ആറ് മാറിയത്തുൽ ഖിബ്തിയ ചൊല്ലുற ആ ഒരു അടിമപ്പെണ്ണിൽ നിന്നേറ്റിക്കർ ഇബ്രാഹിം ചൊല്ലുற മോണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജനിക്കരെ അല്ലെ. ആ ജനിച്ച സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു ഉലിദലി അല്ലൈലത ഗുലാം, ഇണ്ടത്തെ ജാവുകു നക്കൊരു മോണ് ജനിച്ചിട്ട് ഫസമ്മൈതുഹു ബി അബി ഇബ്രാഹിം, നണ്ട അബ്ബായിട്ടുള്ള ഇബ്രാഹിമിന്റെ പേര് നാ ബെച്ച ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുறது കാണും. അപ്പൊ ഇബ്രാഹിം ചൊന്തയിട്ടിക്കർ ആ ഒരു കിടാവറെ പേര് ഞങ്ങൾക്ക് ഇവിടെ ഉണ്ട്. ഞങ്ങ 73ാമത്തെ ഭാഗ ഈ ക്ലാസ്സിലെ 73ാമത്തെ ആ ഒരു പാട്ടിൽ ഞങ്ങൾ ചൊന്നറ ഈ മാറിയത്തുൽ ഖിബ്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അടിമപ്പെണ്ണേറ്റ് കിട്ടുകയുള്ള കാരണം എങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാജാക്കന്മാർക്ക് ലെറ്റർ കൊടുത്തു അല്ലെ, ഇസ്ലാമിന്റെ സന്ദേശ എത്തുപാട്ടി കൊടുത്തു എന്ന്. ആ സന്ദർഭത്തിൽ മുഖൌഖിസ് രാജാവായിട്ട് ഇക്കറി 2 അടിമപ്പെണ്ണരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഗിഫ്റ്റ് ആയിട്ട് കടത്തരെ. അതിൽ ഒന്ന് സീരീനും പിന്നൊന്ന് മാറിയ. സീരീൻ ആ പെണ്ണരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു മംഗലാക്കി കൊടുത്തു. പിന്നെ മാറിയത്തുൽ ഖിബ്തിയറെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അടിമപ്പെണ്ണാക്കിട്ട് വെച്ചിട്ട് അങ്ങനെ ആ അടിമപ്പെണ്ണിൽ നിന്നേറ്റിക്കർ ഇബ്രാഹിം ചൊല്ലുற ഈ കിടാവ് ജനിക്കരെ. ഈ കിടാവറു വേറെ ഒരു പെണ്ണുങ്ങളുട്ടികേറ്റിക്കർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുലപ്പാൽ കൊടുക്കുകയായിട്ട് ഏൽപ്പിക്കരെ, അല്ലെങ്കിൽ നബി ബൽത്തുകയായിട്ട് ഏൽപ്പിക്കരെ ഒരു വേറെ പെണ്ണുങ്ങളുട്ടികേറ്റിക്കർ ഉമ്മു സൈഫ് ചൊന്തേറ്റിക്കർ ആ പെണ്ണുങ്ങളെ പേര്. അത് അറബിരങ്ങൾ അണ്ടത്തെ ഒരു കൾച്ചർ ಐತಿಂದ. അതായത് മക്കളെ ಬೇರೆ പെണ്ണുങ്ങളൊട്ടിಗೆ ಬಲ್ತ್ರೆ അല്ലെങ്കിൽ ഗ്രാമത്തിലുള്ള പെണ്ണുങ്ങളൊട്ടിಗೆ ಅಂಗಳೊಟ್ಟಿಗೆ മുലപ്പാൽ കൊടുക്കുകയായിട്ട് ആവശ്യപ്പെടുറെ. ಅದಕ್ಕೆ ಬೇನ್ಮಾയെ ആ ഒരു ഫീസ് അങ്ങ് കൊടുത്തു ഇന്നാറ്. ഇത് അറബിരങ്ങളെ പണ്ടത്തെ കാലത്തെ ഒരു കൾച്ചർ ಐತಿಂದ. ഈവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമರ ಸಮೇತ നബിരെ ഉമ്മ എന്താക്കിരെ ഹലീമ ചൊല്ലുற പെണ്ണുങ്ങളൊട്ടിಗೆ ಟಿಕ್ಕರು മുലപ്പാൽ കൊടുക്കുകയും ബൽത്തുകയായിട്ട് കടത്തിയതുള്ള ചരിത്രം ഞങ്ങൾ മനസ്സിലാക്കിയതായിട്ടിക്കർ. അപ്പൊ ഇങ്ങനെ വേറെ ഒരു പെണ്ണുങ്ങളൊട്ടിಗೆ ಟಿಕ್ಕರಿ ഈ കിടാവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബൽത്തുകയായിട്ട് ഏൽപ്പിച്ചത്. അത് മാത്രമല്ല ഏൽപ്പിച്ചിട്ട് അങ്ങനെ വിട്ടുവിട്ടറമ അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എടക്ക് പോയിട്ട് നബി എന്താക്കി ಇಂತ ആ കിടാവരെ നോക്കി വന്നു ಇಂತ ആ കിടാവരെ എന്താക്കി ಇಂತ മുത്യോ ಇಂತಲ್ಲ നമുക്ക് ഹദീസിൽ സഹാബിർ അങ്ങ് ചൊല്ലുறது കാണാൻ സാധ്യം. നോക്കൂ, അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ആക്കിയ ഹദീസ് ആയിട്ടിക്കർ അനസ് റളിയല്ലാഹു അൻഹു ചൊല്ലുറെ മാ റഅയ്തു അഹദൻ അർഹമ ബിൽ ഇയാലി മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമറക്കാണ് കുടുംബത്തൊട്ടിಗೆ ಯಾರ ಪಿರ್ಸಕಾಟ್ರು ഒരാളും നാ നോക്കിയിട്ടില്ല. കുടുംബത്തങ്ങളൊട്ടിಗೆ റഹ്മത്തുല്ലെ ഒരാള് നബിരക്കാണ് യാറായിട്ട് നാ ഒരാളും നോക്കിയിട്ടില്ല ചൊന്ത അനസ് റളിയല്ലാഹു അൻഹു ചൊല്ലുറെ. അത് മാത്രമല്ല പിന്നെ ചൊല്ലുറെ കാന ഇബ്നുഹു മുസ്തർലിയൻ ഫി അവാലി അൽ മദീന. മദീനത്തെ ഒരു മൂലയിലുള്ള ഒരു പെണിങ്ങ, അതായത് ഒരു ജാഗയില് ആ ജാഗയില് ഒരു പെണിങ്ങ, ആ പെണിങ്ങളൊട്ടിಗೆ ತಿಕ್ಕರು നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കിടാവർ എന്താക്കിരെ മുലപ്പാൽ കൊടുക്കുകൂ ഏൽപ്പിച്ച് തിന്നി. ഫകാന യന്തലിഖു വനഹ്നു മഅഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കിടാവർ വിസിറ്റ് ആക്കി ಇಂತ. പിന്നെ ഒരു ഹദീസിൽ കണ്ട് അസർ നിസ്കരിച്ചിട്ട് തിಕ್ಕರು നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതൊരു ഗുഡ്ഡര മേലെ ಐತಿಂತ. ആ ഗുഡ്ഡര മേലെ പത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ആ കിടാവർ വിസിറ്റ് ആക്കുക പോയുണ്ടിಂತ. ഫയദ്ഖുലുൽ ബൈത വകാന ലിറുഹു ഖൈനൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവുത്തുಗೆ ಎಂಟರ್ അവിടെ ആ ആവോ എങ്ങനത്തെ ആവോ ചൊന്നെങ്കിൽ ഇരുമ്പുര പണി എടുക്കരെ ഒരു ആണിങ്ങ അയിമര് പെഞ്ഞായിട്ടിക്കറ് ഈ ഉമ്മു സൈഫ് ചൊല്ലുற പെണ്ണിങ്ങ. അപ്പൊ അങ്ങനെ ഔത്തുകയറ്റിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോയുണ്ടിന്നെ പൊಗೆന്ന് പറഞ്ഞിട്ടില്ല അവയിട്ടിಂತ ഫയഖുദുഹു ഫയുഖബ്ബിലുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കിടാവടെ എടുത്തിട്ട് മുത്യോ ಇಂತ ചൊന്തയിട്ടിക്കറ് അനസ് റളിയല്ലാഹു അൻഹു ചൊല്ലുற. അപ്പോൾ നോക്കൂ, മക്കളൊട്ടിಗೆ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ಪಿರ್ಸ ಕಾಟಿಯು ಆ ಒಂದು ರೀತಿ ಈ ಹದೀಸಿൽ നമുക്ക് മനസ്സിലാക്കാൻ സാധ്യം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മക്കളൊട്ടികം അതേപോലെ പുല്ലുമാറൊട്ടികം യാറ പിർസിന്നെ അതേപോലെ കുടുംബത്തങ്ങളൊട്ടിಗೆ പിರ್ಸಿನ ಒರಾಲೈಟಿಕರು ನಬಿ ಕರೀಂ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ പുല്ലുമാറൊട്ടിಗೆ പിർസ കാട്ടിയത് എത്രമാ ഹദീസ് നമുക്ക് കാണാൻ സാധ്യവും. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ അങ്ങനെ ജണ്ടാലൊട്ടിಗೆ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിർസ കാട്ടി വിന്നതും നബി നിസ്കരിച്ചു വയ്ക്കുമ്പോൾ അങ്ങനെ തട്ടിട്ട് നിസ്കരിച്ചു ഇന്നതുണ്ടല്ല നമുക്ക് സഹാബിരങ്ങ ചൊന്തന്നത് കാണ്ട് അല്ലേ. അവർക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രണ്ട് മക്കളെ ഹസൻ ഹുസൈൻ ചൊല്ല ആ രണ്ട് മക്കളെ തട്ടിട്ട് നിസ്കരിച്ചിട്ട് അങ്ങനെ സുജൂദുക പോകേണ്ട സന്ദർഭത്തിൽ എല്ലാവരും സുജൂദ് പോയാർ, മാമൂമിങ് എല്ലാവരും സുജൂദ് പോയാർ. പിന്നെ നബി എനിക്കിരുത് കാണ്ടില്ല എത്രമാ നേരം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിലെയിന്ത് അപ്പൈറ്റിക്കർ ഒരു സഹാബി എന്താക്കരെ തല വൈത്തി നോക്കര് എന്തൈത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തേ ഐത്ത. അപ്പൊ തല വൈത്ത് നോക്കുമ്പോ എന്താക്കിയുള്ളാറ് ആ രണ്ട് മക്ക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുതലു കൽച്ചുള്ളാർ, ആണയാക്കിട്ട് കൽച്ചുള്ളാർ. അങ്ങനെ ചെമ്മനാറ വിട്ടിട്ട് എത്തിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ എനിക്കരെ അങ്ങനെ എഞ്ചിട്ട് ആ നിസ്കാറെല്ലാം ഇട്ട് സലാം വിട്ടിട്ടല്ല. അതിൽ പിന്നെ സഹാബിർ അങ്ങനെ നബിയോട്ട് കേൾക്കരുത്, നബിയെ നിങ്ങൾ എന്ത് ഇത്തര നേരായി, അതായത് ബാക്കിന്റെ സഹാബിര നിങ്ങൾ എന്ത് ഇത്തര നേരായി സുജൂദുൽ ഞങ്ങൾ യന്ത്രമായിത്താണ്ട് ഞങ്ങൾ വിയർച്ചു പോയ അല്ല നിങ്ങൾക്ക് വഹിബൊന്നുമില്ലമാണ്ട് ഞങ്ങൾ വിയർച്ചു പോയ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നത് കുല്ലു ദാലിക ലം യകുൻ അല്ല അങ്ങനെന്തും അല്ല. വലാകിൻ ഇബ്നി ഇർതഹലനി ഫകറഹ്തു അൻ അഅജലഹു ഹത്താ യഖ്ലിയ ഹാജതഹു. നന്റെ മോണു അതായത് ആ രണ്ട് മക്ക അങ്ങ് ജണ്ടാൽ എന്താക്കിന്നാറ് നന്റെ ആണിര പോലെ അല്ലെങ്കിൽ ഒരു വാഹനത്തെ പോലെ നന്റെ മേല് മുതലു തെച്ചു തിന്നാറ്. അപ്പൊ അങ്ങനെ ആവശ്യ പൂർത്തിയാക്കാണ്ട് എനിക്കരുത് നാ വെറുത്ത അതായത് నాకు ഇഷ്ടമല്ല ಅಂತ അങ്ങ കൽക്കിനത്ര കൽക്കെട്ട് ചൊന്തു ನಾನು എന്താക്കിയ സുജൂദുലു അങ്ങനെ സുജൂദിട്ട് ಅಂಕ್ ಬೇನಿಟ್ಟು ನಾ ಸೌಕರ್ಯಾಕಿ ಕೊಡ್ತಾಂಡೆ ತಿಕ್ಕರು ರಸೂಲ್ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಚೊಲ್ರು ನೋಕ್ರ ಆ ಮಕ್ಕಳೊಟ್ಟಿಗೆ ನಾ ಪಿರ್ಸಂದ್ರಿ ಆ ಪುಲ್ಯಮಾರೊಟ್ಟಿಗೆ ಪಿರ್ಸಂದ್ರ ಅದೇ ತಿಕ್ಕರು ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಪಿರ್ಸ ನಬಿ ಅಪ್ಪಪ್ಪ ಮಕ್ಕಳ ಕಂಡೆಂಗೆ ಮುತ್ಯು ಇಂತು നബി കെപ്പാലത്തേക്ക് മുത്തു ഇന്ത് ഒരു ആറാബി ബന്ത് നബിയൊട്ടിക്ക് കേക്കെടുത്ത് കാണ്ട് നബി നിങ്ങൾ മക്കൾ മുത്തരമാ ഞാൻ എൻ്റെ മക്കൾ నాకు 10 മക്കളുണ്ട് 10 മക്കൾ നാ മുത്തിട്ടിക്കാല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് ചൊല്ലിದ್ರೆ അവ അംലികു ലക അൻ നസഅ അല്ലാഹു മിൻ ഖൽബിക റഹ്മ നിന്റെ കൽബിലെ റഹ്മത്ത് അല്ലാഹു എടുത്തു വിട്ടರೆ നാ എന്താക്കട്ടെ. അപ്പൊ മക്കളെ മുത്തില്ലാണ്ടായെങ്കിൽ ആ റഹ്മത്ത് അള്ളാഹു എടുത്ത പോലെ ഞങ്ങളെ കൽബില് റഹ്മത്ത് ചൊല്ലുന്നത് അള്ളാഹു എടുത്ത അതേറ്റിക്കറ അದ್ರ ഉദ്ദേശ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് കേൾക്കുന്നെന്തേ നിന്റെ കൽബിലെ റഹ്മത്ത് അള്ളാഹു എടുത്തു വിട്ടെങ്കിൽ നാ എന്താക്കട്ടെ. അപ്പൊ അതേറ്റിക്കറ് ഞങ്ങൾ മക്കളെ കാണുമ്പോൾ മുത്തണോ അതേപോലെ ഞങ്ങളെ പിർസാക്കണോ അതല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ജീവനത്തിൽ കാണും സാധ്യ അവർ ഒന്നേറ്റിക്കറ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നത് കാണ്ട് മല്ല യർഹം ലാ യുർഹം ആറ് കരുണ കാട്ടില്ലമാ അങ്ക് കരുണ കിട്ടില്ല, ആറ് റഹ്മത്ത് കാട്ടില്ലമാ അള്ളാഹുവിന്റെ റഹ്മത്ത് അങ്ക് കിട്ടില്ല. അപ്പൊ അത് കഴിഞ്ഞിട്ട് ആൾമാരൊട്ടിಗೆ റഹ്മത്തുല്ലങ്ങായിട്ട് തീരുകയും മക്കളൊട്ടിಗೆ റഹ്മത്തുല്ലങ്ങായിട്ട് തീരുക ഞങ്ങൾ ശ്രദ്ധിക്കണം. അത് നബിയുടെ ജീവനത്തെ ഒരു സ്വഭാവ ഇട്ടിക്കറി ചൊല്ലി ഞങ്ങൾ മനസ്സിലാക്കണം. അനസ് റളിയല്ലാഹു അൻഹുമേ റിപ്പോർട്ട് ആക്കരെ എത്രമാ ഹദീസിൽ കാണാം. അനസ് റളിയല്ലാഹു അൻഹു ചെറിയ ഒരു ബാലക്കാര മക്കളെ കൂട്ടത്തിൽ ഇന്ന് ഒരാളിട്ടിക്കറി നബിയുടെ കാലത്തിൽ ഇന്ന് അല്ലെ മക്കളെ കൂട്ടത്തെ സഹാബിരങ്ങ നബിയുടെ കാലത്തിൽ ചമ്മാലിന്നാർ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു അനസ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ നബിയുടെ കാലത്തിൽ ചെറിയ ചെറിയ ബാലക്കാര മക്കൈ തിന്നാർ. അപ്പൊ അനസ് റളിയല്ലാഹു അൻഹു ചൊല്ലെ നാന് 10 വർഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിദ്മത്ത് എടുത്തുന്നെ എത്ര വലഖദ് ഖിദ്മത്തു 10 സിനീന 10 വർഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ ഖിദ്മത്ത് എടുത്തു ഇന്ന് ഫമാ ഖാല ലി ഖത്തുൻ വർക്ക് പോലും നബി നന്നൊട്ടിಗೆ ചൊന്തിക്കാല എന്തിരെ ഉഫിൻ ചാച്ചൊള്ള ഒരു പൽക്ക നന്നൊട്ടിಗೆ നബി ചൊന്തിക്കാല വല ഖാല ലി ഷൈഇൻ ഫഅൽതുഹു ലിമ ഫഅൽത ഞാൻ എന്തേ ഒന്ന് ആക്കി തിന്നെങ്കിൽ നീ എന്തുകത് ആക്കി ചൊന്തു നബി നന്നൊട്ടിಗೆ കേട്ട് തിക്കാല വല ലി ഷൈഇൻ ലം അഫ്അൽഹു അല ഫഅൽത കദ ನಾ ಎಂದ್ರೆ ഒരു ವಿಷಯ ആക്കിട്ടില്ലെങ്കിൽ നിക്കത് ആക്കു തീർല ಅಂತಾಂಟು നബി നന്നോട് കേട്ട് തിക്കാലെ സുബ്ഹാനല്ലാഹ് 10 വർഷത്തിൽ ഞങ്ങളെ കീഴിൽ സ്വറാക്കര് ഒരാളൊട്ടിಗೆ ഞങ്ങൾ എത്ര പട്ട ഞങ്ങൾ ഗോജാക്കിട്ടിക്കുക എത്ര പട്ട ഞങ്ങളൊട്ടിಗೆ ചാ ചൊല്ലற പാൽക്ക് ചാമ എന്തെല്ലാം ഗോജാക്കിട്ട് എന്തെല്ലാം പറഞ്ഞു തിക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലറെ അനസ് റളിയല്ലാഹു അൻഹു ചൊല്ലറെ 10 വർഷത്തിലുണ്ട് ചാ ചൊല്ലற പാൽക്ക നബിയുടെ ബായിൽ നാ കേട്ട് തിക്കാലെ ഒരു സ്വറ ആക്കിയത് എന്തുകതാക്കി ആക്കാത്തത് എന്തിനു ഇത് ആക്കിട്ടില്ല നബി അങ്ങനെ ഒന്നും നന്നോട് പൽക്കറിഞ്ഞ് തിക്കാല. അപ്പൊ അതേറ്റിക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഭാവം അല്ലെ. അതിനർത്ഥം എന്ത് ദീന്റെ വിഷയത്തിലും അങ്ങനെ ആക്കുന്നുണ്ടല്ല ഇത് ദുനിയവിയായിട്ടുള്ള വിഷയത്തിക്കറ്
ನಂಗೆ ಮನസ്സിಲಾಕೂല ಅನಸರಲ್ಲಿ ದುನಿಯಾವಿ ಆയിട്ടുള്ള നബിരെ ആ ഒരു വിഷയത്തിലേക്ക് രീതിച്ചുകൊണ്ട് അല്ലാണ്ട് ദീന്റെ വിഷയത്തിൽ ഒരു സ്വറ ആക്കിയില്ലെങ്കിൽ അല്ല ഇത് നിസ്കരിച്ചില്ലെങ്കിൽ നിസ്കരിക്കാത്ത എന്തെപ്പോ നിസ്കരിച്ചു തങ്ങ അത് മക്കളുടെ കേൾക്കും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ഒരു ഹദീസിൽ നമുക്ക് കാണും അല്ലെ മക്ക 7 വർഷമായെങ്കിൽ അങ്ങോട്ടേക്ക് നിസ്കരിക്കുമ്പോൾ നിങ്ങൾക്ക് കൽപ്പിക്കണം 10 വർഷമായിട്ടും നിസ്കരിച്ചില്ലെങ്കിൽ അടിക്കണം ഇതല്ല ദീനിയായിട്ടുള്ള കാര്യം ദുനിയാവിയായിട്ടുള്ള കാര്യത്തിലേക്ക് ഞങ്ങ അതിരെ നിസ്സാറായിട്ട് കണ്ടേമയോ അല്ലെ ഇത് ഈ ഹദീസിൽ രണ്ട് വിഷയത്തിക്ക് നമുക്ക് മനസ്സിലാക്കൂല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ಒಂದೆಂದ್ರೆ ದುನಿಯಾವರೊಟ್ಟಿಗೆಲ್ಲ ಜುಹುದ್ ದುನಿಯಾವು ನಬಿ ಅತ್ತರ ಬೆಲೆಮೇ ಕೊಡ್ತುಟ್ಲೆ ಜಂಡ ಮತ್ತದು ಮಕ್ಕಳೊಟ್ಟಿಗೆಲ್ಲ ಫಿರ್ಸ അല്ലെ ഞങ്ങ ഇപ്പ മക്കളൊട്ടിക്ക് അർസവണ്ണെന്ത് ദുനിയാവർ ഏതേ ഒരു കാര്യത്ത് കെട്ടിക്കറി ആർത്തിൽ ഞങ്ങൾ അർസവണ്ണ് മക്ക സ്കൂളിൽ ഫെയിൽ ആയെങ്ക അല്ലെങ്കിൽ എന്തൊരു ഒരു ഇട ഉടച്ചെങ്ക അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ഉടച്ചെങ്ക അല്ലെങ്കിൽ അവത്തിന് എന്തേ ഒരു സാമാനം ഉടച്ചെങ്ക അപ്പ ഇട്ടിക്കറാங்க അർസവണ്ണ് അതല്ല ദുനിയാവൊരു വിഷയത്തിക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കിയിട്ടില്ല ഒരു ബലമേ കൊടുത്തിട്ടില്ല അത് ഒടഞ്ഞിങ്ങേനും നടക്കാം അല്ലാണ്ട് മക്കൾക്ക് ഗോജാക്കി മക്കളുടെ അർസ വന്നിങ്ങ എന്താ ആ മക്കളെ സ്വഭാവത്തിക്ക് അത് എഫക്റ്റ് ആവും പിന്നെ അങ്ങും അതേപോലെ എന്താ വിടാറ് ബെല്ലിയാവുമ്പോ അർസത്തങ്ങായി തീരാറ് ബെല്ലിയായിട്ട് ഞങ്ങൾ ചെയ്തിക്കറി ഞങ്ങളുടെ മോണ് ഒന്ന് ജണ്ട് ചൊന്നിങ്ങ ആ അർസ വണ്ടി അതെന്തേ കാരണം ഞങ്ങളുടെ സ്വഭാവത്തിൽ ഇട്ടിക്കറങ്ങ പഠിച്ചിരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഭാവം എന്താ ഇത്തിന്ത് സോഫ്റ്റ്നെസ് ഇത്തിന്ത് അപ്പൊ അതേപോലെ ഞങ്ങളെ മക്കളുടെ കാട്ടി അങ്ങും അതേ സ്വഭാവത്തിൽ വെല്ലു പണ്ടാറ് ചൊല്ലുന്ന വിഷയ ಅದರೊಟ್ಟಿಗೆ ನಂಗೆ ಮನಸ್ಸಿಲಾಕೂಲ್ಲ ಒಂದು ಇಟ್ಟಿಕ್ಕರು ಅದು ಮಾತ್ರ ಅಲ್ಲ ಅನಸರಲ್ಲಾಹು ಪಿರೋರು ಹದೀಸಲ್ಲಿ ಚೊಲ್றது ಕಾಂಡು ಕಾನ ರಸೂಲುಲ್ಲಾಹಿ ಸ್ವಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಮ മിൻ അഹ്സനിൻ നാസി ഖുലുഖൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഭാവത്തിൽ എല്ലാത്തന്റെ നല്ല സ്വഭാവത്തെ ഒരാളായിത്തിൻ ഭയങ്കര നല്ല സ്വഭാവത്തെ ഒരാൾ ഫഅർസലനി യൗമൻ ലിഹാജത്തിൻ അനസ് റളിയല്ലാഹു അൻഹു അയാളുടെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവം ചൊല്ലുറേ ഫഅർസലനി യൗമൻ ലിഹാജത്തിൻ ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ യന്ത്രമ ഒരു ഹാജത്തുക്ക് നന്റെ കടത്തിത്ത് ഇന്നത് നീ പോയിട്ട് ആക്കിബ ചൊന്തു യന്ത്രമ ഒരു ആവശ്യത്തുക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കിത്ത് നീ ഇന്ന ജാഗയെ പോ ചൊന്തു നന്നോട് ചൊന്തു ഫഖുൽതു വല്ലാഹി ലാ അദ്ഹബു അപ്പൊ നാ ചൊന്ന ഇല്ല നാ പോണ്ടില്ല മക്ക ആവുമ്പത്തുക്ക് കൊറിയങ്ങ എന്താ അവിടെ എത്ര ബില്ല അല്ലെങ്ക ഒരു മക്കലാട്ടികേക്കറ് അപ്പൊ മക്കലാട്ടികൾ അനസ് റളിയല്ലാഹു അൻഹു ചൊന്തു ഇല്ല നാ പോണ്ടില്ല മാത്രമ വഫി നഫ്സി അന അദ്ഹബ ಲಿಮಾ ಅಮರನಿ ಬಿಹ ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ನಂದು ನಫ್ಸಿಲ್ ಅಂದ್ರೆ ಇಂತ ನಬಿ ಚೊಂದ ಪಲ್ಕ ನಾ ಕೇಟಿട്ട് ನಾ പോണ്ടേ ಅಂತ ಇಂತ ಮಾತ್ರ നബിരൊട്ടിಗೆ ನಾ ಎಂದ್ರ ಚೊಂದ ನಾ പോണ്ടില്ല ಅಂತ ಚೊಂದ ಅപ്പൊ ಅದು ನಬಿ ಬೆಲೆ ವಿಷಯ ಆಕಿಟ್ಲ പിന്നെന്തായിട്ട് അനസ് റളിയല്ലാഹു അൻഹു മക്കളൊട്ടിಗೆ കൽച്ചു വയ്ക്കുന്ന സന്ദർഭത്തിൽ ഫഇദാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് ഖബല ബിഖഫായ മിൻ വറായി നബി നന്റെ പെറോലെ വന്ന് നന്റെ പെരടി ഇങ്ങനെ പിടിച്ചിട്ട് മെല്ലെ പിടിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പിടിച്ചിട്ട് അപ്പൊ ഫനളർതു ഇലൈഹി വഹുവ യൽഹഖു അനസ് റളിയല്ലാഹു അൻഹു ചൊല്ലുന്നു നാ പെറു തിരിഞ്ഞു നോക്കിയപ്പോൾ വഹുവ യൽഹഖു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുഞ്ചിരിച്ചു ഇന്ന് അതിൽ നബിക്ക് അടുത്ത് യാ ഉനൈസ് അദ്ഹബ്ത ഹൈസു അമർതക് നിന്നോടിಗೆ ചൊന്ന വിഷയം നീ ആക്കി യാ ഉനൈസ് ചൊന്ന അത് പിർസത്തു റബിലി യേ ഉനൈസ നീന് നിന്റെ അടുത്ത് ചൊന്ന നീ സ്വറ ആക്കി അപ്പൊ അനസ് റളിയല്ലാഹു അൻഹു ചൊല്ലു നഅം അന അദ്ഹബു യാ റസൂലല്ലാഹ് നബിയെ നാ പോണ്ടേ പോയിട്ടുള്ള ചൊന്തു അനസറിട്ട് ആ വിഷയത്തിക്ക് പോയിട്ടുണ്ടായി തിരിച്ചൊല്ല അപ്പൊ ഈ ഒരു ഹദീസിൽ നമുക്ക് കാണ്ടേ നബി ചൊന്ന പൽക്ക ആക്കാണ്ടിತ್ತು നബി എന്താക്കി ഇന്ന് മക്കളൊട്ടിಗೆ ചിരിച്ചോ ഇന്ന് പുഞ്ചിരിച്ചോ ഇന്ന് ഞങ്ങ എന്താക്കാത്ത ವರ್ಕ ಚೊಂತ ಅದು ಹಾಕಿಲ್ಲಂಟಾಯಂಗಿ ಜಂಡಾಮತಿ ಅರ್ಸವಂತಾವತ್ ಅಲ್ಲೇ ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಸ್ವಭಾವ അങ്ങനെ ಅಲ್ಲ ಅಂತ ತಿಕ್ರಿ ಅನಸ್ റളിയല്ലാഹു അൻഹു ചൊല്ലു അത് മാത്രമല്ല പിന്നും അനസ് റളിയല്ലാഹു അൻഹു ചൊല്ലു അതാ അലയ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ മുട്ടത്തിൽ പണ്ട് വഅന അൽഅബു മഅ ഗിൽമാൻ ನಾನು ಮಕ್ಕಳೊಟ್ಟಿಗೆ ಕಲ್ಚೋಯಿಕ್ಕರ ಫಸಲ್ಲಮ ಅಲೈನಾ ನಬಿ ನಂಗೆ ಸಲಾಂ ಚೊನ್ನು ಇಂತ ಕಲ್ಚೋಯಿಕ್ಕರ ಮಕ್ಕಳೊಟ್ಟಿಗೆ നബിങ്ങനെ നടന്നു പോകുമ്പോ അങ്ക് സലാം ചൊന്നു ഇന്ത് ആറിത് ഒരു റായത്ത് വലിയ പ്രൈം മിനിസ്റ്റർ ആയിട്ടിക്കറാറ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജസീറത്തുൽ അറബിലെ രാജാവായിട്ടിക്കറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്ര വലിയ സ്ഥാനത്തിലിത്തും മക്കളെ കണ്ടെങ്കിൽ മക്കളൊട്ടിಗೆ സലാം ചൊന്നു ഇന്ത് നമുക്കെന്റെ ദുനിയാവിൽ ഏതേ ഒരു ചെറിയ സ്ഥാനം കിട്ടിയമ്മയി പിന്നെ ചെറിയങ്ങളെല്ല കണ്ണു പിടിക്കില്ല അല്ലേ അത് ഇട്ടിക്കറ് ഞങ്ങളെ അവസ്ഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര വലിയ സ്ഥാനത്തിൽ ഇന്തും മക്കളൊട്ടിಗೆ കാട്ടുനായി പിർസ നബി മക്കളുടെ കാട്ടു ഇന്ത് അതേപോലെ ചെറിയങ്ങളെ പരിഗണിച്ചു ഇന്ത് കേറാക്കു ഇന്ത് ഇതെല്ലാം നമുക്ക് നബിയുടെ ജീവനത്തിൽ കാണാൻ സാധ്യവർ വന്നിട്ടിക്കർ അതിനർത്ഥം എന്തൊരു പിർസാക്കി ആക്കിയിട്ട് അങ്ങോട്ട് ദീന ഇല്ലാത്ത രൂപത്തിൽ അങ്ങനും ആവോ തീര അതും ഞങ്ങൾ ജാഗ്രത ആക്കും
അല്ലെ കുറേ ആൾമാർ പിർസാക്കിയിട്ടുള്ള അಷ್ಟು ദീന് സമയത്ത് അങ്ങനൊട്ടിಗೆ ചൊല്ലുര പോലെ ഇല്ലാത്ത ഒരു അവസ്ഥ ആക്കി പോണ്ടാർ. നിസ്കരിക്കാൻ പോകുമ്പോഴത്തേക്ക് സുബൈക്ക് ಒಂತಾಂಟಿ ವರ್ങ്ങട്ട് തെൽ വർങ്ങട്ട് അങ്ങനല്ല. നിസ്കരിക്കാൻ പോകുമ്പോൾ മക്കൾ ಒಂತಿട്ട് നിസ്കരിപ്പാട്ടു അതേറ്റിക്കർ പിർസ എല്ലാത്താണ്ടി ആ പിർസ ഞങ്ങളെ എങ്ങനെ പറഞ്ഞു? അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊന്ന പോലെ യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ. സത്യവിശ്വാസിമാരെ നിങ്ങളെ സ്വന്തത്തും നിങ്ങളെ കുടുംബത്തും നരകത്തിൽ നിന്ന് നിങ്ങൾ ബച്ചവാക്കും. അപ്പൊ അതേറ്റിക്കർ ഒന്നാമത്തെ ഞങ്ങൾ ശ്രദ്ധിക്കണം. ഞങ്ങളെ മക്കളുടെ ഞങ്ങൾക്ക് പിർസുണ്ട നരകത്തിൽ നിന്ന് ഏറ്റിക്കണം മെയിന് ബച്ചവാക്കുനായ ആ ഒരു കോശിഷ് ഞങ്ങളൊട്ടിಗೆ ಬೇಡ. ദുനിയാവൊരു ഏതേ ഒരു കൊറിയ വിഷയത്തിൽ ഞങ്ങൾ ഇതാക്കുക മാത്രമല്ല, ദീന്റെ വിഷയത്തിലും ഞങ്ങൾ എന്താക്കണം ಯಾರ ശ്രദ്ധിക്കണു ചൊല്ലുற വിഷയം ಅದರೊಟ್ಟಿಗೆ ഞങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യറ്റിക്കർ. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുടുംബത്തങ്ങളൊಟ್ಟಿಗೆ പെഞ്ഞൈമാരൊಟ್ಟಿಗೆ എല്ലാ രീതിയിലും ആ പിർസ കാട്ടുന്നതും അങ്ങനെ കെയർ ആക്കുന്നതും അങ്ങനൊട്ടിಗೆ നല്ല സ്വഭാവത്തിൽ ഇരിക്കുന്നതും എല്ലാം ചരിത്രത്തിൽ നമുക്ക് കാണാം അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊന്തു അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖ. ഒരു മുഅ്മിന്റെ ഈമാൻ കംപ്ലീറ്റ് അവരെപ്പ അങ്ങനെ എന്ത് നല്ല സ്വഭാവത്തിൽ ഇട്ടിക്കർ നല്ല സ്വഭാവിക്കും ഇട്ടിക്കർ ഒരാളിലെ ഈമാൻ കംപ്ലീറ്റ് ആവരെ. പിന്നെ നബി ചൊല്ലുറേ വഖിയാറുക്കും ഖിയാറുക്കും ലി അഹ്ലിഹി. നിങ്ങളെ കുടുംബത്തങ്ങളൊട്ടിಗೆ നിങ്ങളെ പെഞ്ഞന്മാരൊട്ടിಗೆ നിങ്ങൾ നല്ല സ്വഭാവത്തിൽ ഇക്കോറു അല്ലെ. കുറേ ആൾമാർ റായത്തുലുള്ള എല്ലാ ആൾമാരൊട്ടിಗೆ നല്ല സ്വഭാവം ഇക്കർ ഔത്തുല വെറും ബെടുക്കു സ്വഭാവം അങ്ങനെ ആവത്തീര. മെയിനായിട്ട് ഞങ്ങൾ നല്ല സ്വഭാവത്തിൽ ഇക്കറൂടെ ഔത്തുല ഇട്ടിക്കോണം പെഞ്ഞന്മാരൊട്ടിಗೆ എത്തിക്കണം മക്കളൊട്ടിಗೆ എത്തിക്കണം. അതേറ്റിക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുറേ വഅന ഖൈറുക്കും ലി അഹ്ലി. നബി ചൊല്ലുറേ നന്റെ കുടുംബത്തങ്ങളൊട്ടിಗೆ നന്റെ പെഞ്ഞന്മാരൊട്ടിಗೆ ನಾನು നല്ല സ്വഭാവം കാട്ടുവാണ് എത്തിക്കറേ. അപ്പൊ ആ ഒരു സ്വഭാവം ഞങ്ങൾ എടുക്കുന്നുണ്ട് എത്തിക്കറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുറേ. ആയിഷ റളിയല്ലാഹു അൻഹയൊട്ടിಗೆ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓട്ട മത്സര കളിച്ചത് ഹദീസിൽ ആയിഷ റളിയല്ലാഹു ചൊല്ലുന്നത് കണ്ടല്ലേ. ആയിഷ റളിയല്ലാഹു അൻഹയൊട്ടിಗೆ നബി ഓടിത്ത് കോമ്പറ്റീഷൻ കളിച്ചത് ഹദീസിൽ കാണും. ആയിഷ റളിയല്ലാഹു അൻഹ ചൊല്ലുറേ അന്നഹ കാനത് മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ സഫറിൻ. നാനൊരുക്ക സഫറിൽ നബിയൊട്ടിಗೆ ഇന്ന്. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ ഫസബഖതുഹു അലാ റിജ്ലയ്യ. അങ്ങനെ ഒരു നാൾ ഇങ്ങനെ ഞങ്ങൾ ഓട്ട മത്സരം ഞങ്ങൾ ഓടാമാ ചൊന്ത ആയിഷ റളിയല്ലാഹു അൻഹ കേട്ടപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ಅದಕ್ಕೆ റെഡി ആയിട്ട് അങ്ങനെ ജണ്ടാൽ ഓടിട്ട് എന്താക്കിത്ത് ആയിഷ റളിയല്ലാഹു അൻഹ നബിരെ സോപ്പാട്ടിತ್ತು. ഫസ്റ്റ് ടൈമിൽ ആയിഷ റളിയല്ലാഹു അൻഹ നബിരെ ഓടിത്ത് സോപ്പാട്ടിತ್ತು. അതിൽ പിന്നെ ആയിഷ റളിയല്ലാഹു അൻഹ ഫലമ്മ ഹമിൽതുൽ ലഹ്മ. നന്റെ തടി യാറായപ്പ ചൊന്നെങ്കിൽ ത്വാറായപ്പ സബഖതു ഫസബഖനി. ഞങ്ങൾ രണ്ടാമത്തെപ്പെട്ടവർക്ക് അങ്ങനെ ഓടിത്ത് റേസിംഗ് കളിച്ചിരുന്ന അങ്ങനെ ഓടിത്ത് കളിച്ചപ്പ ഫസബഖനി രണ്ടാമത്തെപ്പെട്ട നബിയായിട്ടിക്കർ നന്റെ സോപ്പാട്ടിയെ. ഫഖാല ഹാദിഹി ബിതിൽക സബഖ. ആ ടൈമിൽ നബി സോപ്പാട്ടിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ എന്തൊരു ചൊന്നി ഇത് ಅದಕ್ಕೆ ಬದಲಾಯಿಟ್ಟಿಕ್ಕಿರಂತ ಫಸ್ಟ್ಗೆ ನೀನು ನನ್ನ ಸೋಪಾಟಿ ಅದಕ್ಕೆ ಬದಲಾಯಿಟ್ಟಿಕ್ಕಿರಿ ಇದು ಚೊಂತು നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹ ചൊല്ല. അപ്പൊ ഇത് പെഞ്ഞന്മാരൊട്ടിಗೆ ആ ഒരു കുസാല് കളിക്കുന്നതും അതേപോലെ അങ്ങനൊട്ടിಗೆ നല്ല രീതിയിൽ നല്ല സ്വഭാവത്തിൽ ഇക്കറുതെല്ലാം നമുക്ക് നബിയുടെ ജീവനത്തിൽ കാണാൻ സാധ്യവും. പെഞ്ഞന്മാരും അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ റിട്ടേൺ പിർസാക്കിയോ ഇന്നാറ് നബിരെ ആദരിച്ചോ ഇന്നാറ് ബഹുമാനിച്ചോ ഇന്നാറ് എത്രത്തോളം ചൊന്നെങ്കിൽ സൗദ റളിയല്ലാഹു അൻഹ സ്വന്ത നാൾറെ ಆಯಿಷ ರಲಿಯಲ್ಲಾಹು ಅನ್ಹಾ ಕೊಡ್ತಿತ್ತು. ಎವಡ ನಬಿ ನಂಡೆ ಮೇಲೆ ಪಿರ್ಸಿಲ್ಲಾಂಟಾವಂಡ ಚೊಂತು ಆಯಿಷ ರಲಿಯಲ್ಲಾಹು ಸೌದ ರಲಿಯಲ್ಲಾಹು ಅನ್ಹಾ പേടിച്ചോയിന്ത് ചൊന്നെങ്കിൽ സൗദ റളിയല്ലാഹു അൻഹ തെല്ല് ബയസ്സായ പെണിങ്ങ. അപ്പൊ ബയസ്സായ പെണിങ്ങ ആ സൗദ റളിയಲ್ಲಾಹು ಅನ್ಹಾ ಬಿಯರ್ಚಂದ್ರ ചൊന്നെങ്കിൽ നബി നന്റെ മുട്ട പറമ്പോ നബിಗೆ ನಂದೊಟ್ಟಿಗೆ ಇಷ್ಟಿಲ್ಲ ಅಂತೆ നബി നന്റെ തലാഖാക്കി പോണ്ട ചൊന്തു പേടിച്ചിട്ട് സ്വന്ത നാളര സമയത്തെ ആയിഷ റളിയಲ್ಲಾഹു അൻഹಾ കൊടുത്തതും നമുക്ക് സൗദ റളിയല്ലാഹു അൻഹയുടെ ജീവിതത്തിൽ കാണും. ചൊന്നെങ്കിൽ നബി നന്റെ തലാഖാക്കിരണ്ട നബിരെ പെഞ്ഞയായിട്ട് കാലാകാല നിലനിൽക്കുക നക്ക് ಬೇನು ചൊന്തു ആർക്ക് സൗദ റളിയല്ലാഹു അൻഹക്ക് ആസ്യന്റെ സബല ആ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ചൊല്ലുற ആ പദവി നിലനിപ്പാട്ടുകയിട്ടിക്കറ് സൗദ റളിയല്ലാഹു അൻഹ അങ്ങനെ ആക്കിരി അല്ലേ. നബിരെ പെഞ്ഞൈമാറാറ് ഉമ്മഹാത്തുൽ മുഅ്മിനീൻ മുഅ്മിനുമാരെ ഉമ്മമാറേറ്റിക്കറാറ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അഹ്സാബിൽ ചൊന്ന പോലെ അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. മുഅ്മിനുമാർക്ക് സ്വന്തത്തെക്കാണ് യാറ നബിരൊട്ടിಗೆ ഇട്ടിക്കറ് പിർസ. അതേപോലെ വഅസ്വാജുഹു ഉമ്മഹാത്തുഹും നബിരെ പെഞ്ഞൈമാർ മുഅ്മിനുമാരെ ഉമ്മമാരെ ഇട്ടിക്കറാറ്. അപ്പൊ നബിരെ പെഞ്ഞൈമാർ അങ്ങ് ഉമ്മഹാത്തുൽ മുഅ്മിനീൻ മുഅ്മിനുമാരെ ഉമ്മമാർ. ആ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ചൊല്ലുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല
നബിരെ പെഞ്ഞൈമാർക്ക് കൊടുത്ത സ്ഥാനം ഇത്തിക്കർ, അത് വലിയൊരു പദവി ഇത്തിക്കർ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തലാക്കാക്കിയ പെഞ്ഞൈമാർക്കില്ല. നബി മങ്ങിലായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താർ കൊടുത്തോളം നബിരെ പെഞ്ഞയായിട്ട് ഞങ്ങൾക്ക് മാത്രമേ ആ ഒരു പദവി ഉള്ളേ ചൊല്ലുന്നത് ഞങ്ങൾ മനസ്സിലാക്കും. നബിയുടെ ജീവനത്തിൽ ഒരു പെഞ്ഞയുടെ നബി എന്താക്കിയത്, തലാക്കാക്കിയത്. ആ ഒരു ചരിത്രം ഞങ്ങൾക്ക് കാണുന്നുണ്ട്. ആ പെഞ്ഞയ്ക്ക് എന്തില്ല ഈ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ചൊല്ലുന്ന പദവി ഇല്ല. ആ പെണ്ണിങ്ങാറ് അസ്മാ ബിൻത് അൻ-നുഅ്മാൻ അല്ലെങ്കിൽ ഉമൈമത്ത് ബിൻത് അൻ-നുഅ്മാൻ, ഇങ്ങനെ രണ്ട് അഭിപ്രായമുണ്ട്. ആ പെണ്ണിങ്ങളെ പേര് ഉമൈമ ബിൻത് അൻ-നുഅ്മാൻ അല്ലെങ്കിൽ അസ്മാ ബിൻത് അൻ-നുഅ്മാൻ. ഈമ യമൻറെ എന്തിരെ പ്രിൻസസ് ആയിട്ടിಂತ, യമൻറെ രാജാവുടെ മോളു. അപ്പൊ ആ പെണ്ണിങ്ങളെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മങ്ങിലൈത്തിಂತ. ആ മങ്ങിലായ വിഷയം നമുക്ക് ഹദീസിൽ കാണുക സാധ്യവർ. നോക്കൂ, അബൂ സഈദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ആക്കിയ ഹദീസ് ആയിട്ടിക്കർ. അബൂ സഈദ് റളിയല്ലാഹു അൻഹു ചൊല്ലുറേ, خرجنا مع النبي صلى الله عليه وسلم حتى انطلقنا الى حائط يقال له الشوط. അയാൾ ചൊല്ല, അബൂ സഈദ് റളിയല്ലാഹു അൻഹു ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടിಗೆ പോയ. അങ്ങനെ പോയിട്ടാകുമ്പോ ലാസ്റ്റ് ഒരു തോട്ടത്തോടെ ഞങ്ങൾ എത്തിയ. അഷൗത്ത് ചൊല്ലുറേ ഒരു തോട്ട. ആ തോട്ടത്തോടെ ഞങ്ങൾ പോയിട്ട് എത്തിയ. അവിടെ ഞങ്ങൾ തെച്ച. അങ്ങനെ അവിടെ തെച്ചിട്ടാകുമ്പോ കുറെ തെളിനേറപ്പെട്ടു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ചൊന്തു, ഇജ്ലിസു ഹാഹുന, നിങ്ങൾ ഊടെ മെതയ്ക്കോറും. അങ്ങനെ നബി അങ്ങനെ ചൊന്തു. നബി എന്താക്കിത്ത് വദഖല വഖദ് ഉതിയ ബിൽ ജൗനിയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയിട്ട് ആ തോട്ടത്തെ ഉള്ളിൽ പോയിട്ട് അവിടെ ഒരു ഔയിന്ത്, ആ ഔത്രവിടെ പോയിട്ട് അവിടെ എന്തായിട്ട് ജൗൻ ചൊല്ലൊരു ഗോത്രത്തങ്ങ. ആ ഗോത്രത്തിൽപ്പെട്ട ഒരു പെണ്ണിങ്ങളെ കൂട്ടിയ വന്നാർ. ഫഉൻസിലത് ഫീ ബൈത്തിൻ ഫീ നഖ്ലിൻ ഫീ ബൈത്തിൻ ഉമൈമത്ത് ബിൻത് അൻ-നുഅ്മാൻ ഇബ്നു ശറാഹീൽ. അങ്ങനെ അവിടെ ആ തോട്ടത്തിൽ ഒരു ഔയിന്ത്, ആ ഔത്ത് ആരത്, ഈ ഉമൈമ ബിൻത് അൻ-നുഅ്മാൻ ഇബ്നു ശറാഹീൽ ചൊല്ലற ഐമറവ. ആ ഔത്തുൽഗ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പോയിട്ട് വമഅഹ ദായതുഹ ഹാലിനത്തുല്ലഹ. ആ പെണ്ണുങ്ങളൊട്ടിಗೆ, ആ ഉമൈമ ബിൻത് അൻ-നുഅ്മാൻ ചൊല്ലற പെണ്ണുങ്ങളൊട്ടിಗೆ ഐമര ബൽക്കി ഉമ്മയിന്ത്. അങ്ങനെ ഫലമ്മ ദഖല അലൈഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പെണ്ണുങ്ങളൊട്ടിಗೆ മുട്ട പോയപ്പ ആറ് ഉമൈമത്ത് ബിൻത് അൻ-നുഅ്മാൻ മങ്ങിലായ പെഞ്ഞായിട്ടുള്ളേ ആ പെണ്ണുങ്ങളൊട്ടിಗೆ എത്തിക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി. അങ്ങനെ പോയപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു, ഹബി നഫ്സക്കി അല്ലി അബി നഫ്സക്കി ലി, നിന്റെ നഫ്സിനെ നിനക്ക് താ ചൊന്നെങ്കിൽ അതൊരു പ്രയോഗ ഇട്ടിക്കർ. മുട്ട ബാ ചൊന്തു ബിൽക്കിരതായ ഒരു പ്രയോഗ, നിന്റെ നഫ്സിനെ നിനക്ക് താ. അപ്പൊ ഐമ ചൊന്തു ഹൽ തഹബു അൽ മലികതു നഫ്സഹ ലിസ്സൂഖതി. ആ ഉമൈമ ബിൻത് അൻ-നുഅ്മാൻ ഐമ ചൊന്തു ഒരു പ്രിൻസസിനെ സാധാരണ ഒരു ആണിಗೆ മങ്ങിലാവാറ ചൊന്ന ഈമ വിചാരിച്ചത് ഈമക്ക് ഇത് നബിന്റെ പിടിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയുടെ സ്ഥാനത്തുള്ളിലെ ചൊല്ലുന്നത് ഐമ വിചാരിച്ച് ഇതൊരു സാധാരണ ആളുണ്ട്. അപ്പൊ അത് കേട്ടിക്കർ ഐമ കേക്കര് എന്തരെ ഒരു വലിയ പ്രിൻസസ്, ഒരു രാജാവുടെ മോളുടെ ആരെങ്കിലും ഒരു സാധാരണ ആൾ മങ്ങിലാവാറ. അപ്പൊ നിങ്ങൾ മങ്ങിലായത് നന്റെ മങ്ങിലായത് എന്തിരെ അത് തപ്പൈത്ത് ചൊല്ലുടെ ആ ഒരു രീതിയിലായിത്തിക്കര് ഐമ പൽക്കവരുടെ. അപ്പൊ നബി എന്താക്കിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമാധാനാക്കുകയിട്ട് എന്തെല്ലാം അർത്ഥത്തിലുണ്ട് വിചാരിച്ച് നബി സമാധാനാക്കുകയിട്ട് നബിയുടെ കൈ ഐമരെ തലറവിടേക്ക് ഇങ്ങനെ തടവുകയിട്ട് നബി പോയിട്ട്. അങ്ങനെ തലരെ തടവുകയിട്ട് പോയപ്പോ ഐമ ಬೇಗ എന്താക്കിയത് അഊദു ബില്ലാഹി മിൻക ಅಂತ ചൊന്തു, നിങ്ങളെ തൊട്ടിട്ട് ನಾನು അല്ലാഹുവിനൊട്ടിಗೆ ಶರಣ തേടുறேன். അപ്പൊ നബിക്ക് എന്തായിട്ട് പിടിയെത്തി, ഇമക്ക് എന്തിനാ ഇഷ്ടമില്ല കാണും. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു, ഖദ് ഉസ്തി ബിമആൽ, നീ ആരുടെ പേരിൽ ശരണ തേടുറമോ അയാൾക്ക് നാണ് നിന്റെ ഏൽപ്പിക്ക ചൊന്നെങ്കിൽ ഞാൻ നിന്റെ മുട്ട പണ്ടില്ല പേടിക്കണ്ട ചൊല്ല രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദൂര പോയിട്ട്. അങ്ങനെ സുമ്മ ഖറജ അലൈന, ഈ സഹാബി ചൊല്ലറെ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഔത്ര പർത്ത് ಬಂತು ഞങ്ങൾ മുട്ട ಬಂತು ചൊന്തു യാ അബാ ഉസൈദ്, അബൂ ഉസൈദ് പിലിച്ചിട്ട്, അബൂ ഉസൈദ് ഐമരെ റിലേഷൻ ಐತಿക്ക്. അബൂ ഉസൈദ് പിലിച്ചിട്ട് ഉഖ്സുഹ റാസിഖിയത്തൈനി, ഐമക്ക് രണ്ട് ഡ്രസ് നീ എന്താക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടു. വഅൽഹിഖ്ഹ ബി അഹ്ലിഹ, ഐമരെ കുടുംബത്തിക്ക് നീ പിലിച്ചു പോ ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു. അവിടേക്ക് നബി എന്താക്കുക ഐമരെ തലക്കാക്ക. അതിൽ പിന്നെ ചരിത്രത്തിൽ കണ്ട ഐമ നബീന്റെ പിടിയേൽപ്പിന് ഐമ എന്താക്കിയത് അതിൽ പിന്നെ അത് ഖേദിച്ചിട്ട് നമുക്ക് കാണാൻ സാധ്യമാണ്. ഏതായെങ്കിലും
ഐമര് ആ മങ്ങിലായിട്ട് ഐമര് പിന്നെ എന്താക്കിತ್ತು അള്ളാഹ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഐമക്ക് ഇഷ്ടമില്ലാണ്ട് കണ്ടപ്പോൾ ഐമരെ തലാഖാക്കിತ್ತು. അപ്പൊ ഇത് അത് കേട്ടിക്കറ ഐമരെന്താക്കില്ല അസ്മാ ബിൻത് നുഅ്മാൻ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ പദവിയിൽ ഇല്ല. ഐമക ആ പദവി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെത്തിക്കറ് ചരിത്രകാരന്മാർ വിശദീകരിക്കര്. ഇതേ സംഭവത്തെ ഇണ്ട് കുറെ ആൾമാർ ഇസ്ലാമിൽ എതിർക്കുന്ന ആൾമാർ വേറെ ഒരു രൂപത്തിൽ നബി പെണ്ണ് പിടുത്തത്താള് ആ ഒരു ഇതില് അങ്ങനെ ആസല് പോയി ഏതാ ഒരു പെണ്ണ് മങ്ങില ഒരു വിഷയമേ മങ്ങിലയിരും ചൊല്ല വിഷയമേ ചൊല്ലൂല ഏതാ ഒരു പെണ്ണുട്ടിക്കറങ്ങ വിശദീകരിക്കര്. അങ്ക് പിടിന്തും ആൾമാരുടെ ഇടയിൽ എന്താക്കറ് വസ്വാസാക്കിற ഒരു അവസ്ഥ ഇട്ടിക്കറ് നമുക്ക് കാണാൻ സാധ്യം. ഏതായെങ്കിലും ഈ ഒരു സംഭവം നടന്നത് അത് അങ്ങനത്തെ ഒരു പെഞ്ഞ ഇന്ത് മാത്രമാ ആ പെഞ്ഞേക്കെതിരില്ല ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ചൊല്ലുற പദവി നഷ്ടപ്പെട്ടു ചൊല്ലതിട്ടിക്കറ് നമ്മൾ മനസ്സിലാക്കൂല. ഏതായെങ്കിലും ഞങ്ങൾ ചൊന്ന വന്ന വിഷയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെഞ്ഞൈമാരൊട്ടിക്ക് നല്ല രീതിയിൽ നല്ല സ്വഭാവത്തിൽ ഇന്ന് ഒരാളെ ഇട്ടിക്കറ്. അത് മാത്രമല്ല ഓരോ പെഞ്ഞൈമാർക്കും ഓരോരോ നാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തു ഇന്ത് ന്യായപാലനാക്കി ഇന്ത് നീതി പാലനാക്കി ഇന്ത് ചൊല്ലത് നമുക്ക് മനസ്സിലാക്കാൻ സാധ്യവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ആദത്തിൽപ്പെട്ട ഒരു ആദത്തെ ഇട്ടിക്കറ് എന്തൊരു അസർ നിസ്കരിച്ചാൽ പിന്നെ എല്ലാ പെഞ്ഞൈമാറൗത്ത് വിസിറ്റ് ആക്കറ്. നബിക്ക് ഒലിമ്പ പെഞ്ഞയിന്ത് ആ ഒലിമ്പ പെഞ്ഞൈമാറൊട്ടി ഔത്തു പോയിട്ട് നബി എന്താക്കി വിന്ത് അസർ നിസ്കരിച്ചാൽ പിന്നെ വിസിറ്റ് ആക്കി വിന്ത് പിന്നെ മഗ്രിബ് നിസ്കരിച്ചിട്ട് 6 ഔത്തുൽ അണ്ട് സ്റ്റേ ആവുകൊണ്ട നബിക്ക് ആ ഔത്തുക്ക് എല്ലാ പെഞ്ഞൈമാരെ ബിൽച്ചു കൂട്ടിട്ട് അങ്ക് നസീഹത്താക്ക് ദീന്റെ വിഷയം പഠിപ്പാട്ടി കൊടുക്കും. അപ്പൊ ഇതെല്ലാം നമുക്ക് നബിയുടെ ചരിത്രത്തിൽ കാണേണ്ടിട്ടിക്കറ്. അപ്പൊ നോക്കൂ പെഞ്ഞൈമാർക്ക് നസീഹത്താക്കുന്നതും പെഞ്ഞൈമാർക്ക് ദീന്റെ വിഷയം പഠിപ്പാട്ടി കൊടുക്കുന്നതല്ല നബിയുടെ ജീവനത്തിൽ നമുക്ക് കാണേ. അപ്പൊ ആ ഒരു സ്വഭാവം ഞങ്ങളെ ജീവനത്തിൽ കൊണ്ടുവരും. പെഞ്ഞൈമാർക്ക് ദീന്റെ വിഷയം പഠിപ്പാട്ടി കൊടുക്കണം, മക്കൾക്ക് ദീന്റെ വിഷയം പഠിപ്പാട്ടി കൊടുക്കണം. ഇതെല്ലാം ഞങ്ങൾ ശ്രദ്ധിക്കണായ ഒരു കാര്യം. നോക്കൂ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ കാര്യം ശ്രദ്ധിച്ചു. ഇന്ത് ഒരു റായത്തെ വലിയ ഒരു രാജാവായിട്ടും റായത്തങ്ങളെ വിഷയ മക്കളെ വിഷയ പെഞ്ഞൈമാരുടെ വിഷയ ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശ്രദ്ധിച്ചു ഇന്ത് ചൊല്ലത് നമുക്ക് മനസ്സിലാക്കാൻ സാധ്യം. അങ്ങനെ ഇങ്ങനെ ഇക്കുമ്പോഴത്തേക്ക് ഒരു വലിയ ഒരു സംഭവ നബിയുടെ ജീവനത്തിൽ നടക്കറ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തിങ്കൾ തോല് പെഞ്ഞൈമാരൊട്ടിಗೆ അർസൈറ്റ് തെച്ച ഒരു സംഭവ നബിയുടെ ജീവനത്തിൽ നടക്കറ്. ഹാദിസത്തുൽ ഈല ഉണ്ടായിട്ടിക്കറ് ആ സംഭവത്തെ പേര്. അതായത് ഒരു തിങ്കൾ തോൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കിയത് പെഞ്ഞൈമാരൊട്ടിಗೆ അർസൈറ്റ് തേക്കര്. അപ്പൊ എന്ത് കേട്ട് അത് ഹിജറ 9ാമത്തെ വർഷത്തിലെ തിക്കറ് നടക്കറ്. അപ്പൊ എന്ത് കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പെഞ്ഞൈമാരൊട്ടിಗೆ ഒരു തിങ്കൾ തോൽ അർസൈറ്റ് തേക്കുള്ള കാരണ ചൊല്ലുന്നതും അതിന്റെ ഡീറ്റെയിൽ ആയ വിഷയം ഇൻഷാ അല്ലാഹ് നമുക്ക് അത് നെക്സ്റ്റ് ക്ലാസ്സിൽ മനസ്സിലാക്കും. ഏതായെങ്കിലും ഇതേ ടൈമിൽ പിന്നൊരു വിഷയം എന്താ വെച്ചെങ്കിൽ റോമുര രാജാവ് ഗസ്സാൻ ഗോത്രത്തെ രാജാവ് മദീനത്തിക്ക് ಬಂದು അറ്റാക്ക് ആക്കറ ചൊല്ലുന്ന ഒരു വാർത്ത അണ്ട് ആ സ്പ്രെഡ് ആവും. അത് ഇതേ ടൈമിൽ ഇട്ടിക്കറ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെഞ്ഞൈമാരൊട്ടിಗೆ അർസൈറ്റ് തെച്ച് അതേ ടൈമിൽ ഇട്ടിക്കറ്. എന്താ അവിടെ റോമുര രാജാവ് ഗസ്സാനി ഗോത്രത്തോണു മദീനത്തെ ಬಂದು അറ്റാക്ക് ആക്കറ ചൊന്തു ആ ഒരു വാർത്ത സ്പ്രെഡ് ആ ഒരു ടൈം ഇട്ടിക്കറ്. സാബിരങ്ങള പേടിച്ചിട്ടിക്കറ ആ ഒരു സന്ദർഭം ഇട്ടിക്കറ്. കാരണം റോം ചൊന്നിങ് എന്തിരെ ചെറിയ ഒരു റായല്ല, വലിയ ഒരു സാമ്രാജ്യം ഇട്ടിക്കറ്. അങ്ക് ഭയങ്കര വലിയ ശക്തി ഉണ്ട്, അങ്ക് ഭയങ്കര വലിയ പവർ ഇന്ന് അണ്ടത്തെ കാലത്ത് വലിയ പവർ ഇന്ന് രണ്ട് സാമ്രാജ്യത്തിൻ്റെ റോമും പേർഷ്യ. അപ്പൊ ഈ ജണ്ടാൽമാരുടെ നടുಲು ചമ്മപ്പെട്ട യുദ്ധ ഉണ്ടിക്കറ്. അങ്ങ ഈ അറബിമാരെ നോക്കിക്കൊണ്ടില്ല ചൊന്നി അങ്ങ എന്തും ഇല്ലാത്ത അങ്ങോട്ട് വിചാരിച്ചു. ഇന്ന ആ സന്ദർഭത്തിലേറ്റിക്കർ ഒരു സംഭവം നടന്നത് അത് ഞങ്ങൾ ഇതുക്ക് മുന്നത്തെ ക്ലാസ്സിൽ വിശദീകരിക്കുന്നത്. എന്തിരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ಹಾರಿಸ റളിയല്ലാഹു അൻഹുರೊಟ್ಟಿಗೆ ಔಡ್ರ ರಾಜಾವುಗೂ ಲೆಟರ್ ಎಲ್ದಿಯಪ್ಪ. ಆ ಲೆಟರ್ ಕೊಮ್ಮನ್ನ ಆಲ್ರಮಿ ಕೊನ್ನ ಆ ರೋಮ್ರ ರಾಜಾವು ಗಸ್ಸಾನ್ ರಾಜಾವ್ ಎಂದಾಕ್ಯ ಲೆಟರ್ ಕೊನ್ನ ಆಲ್ರಮಿ കൊന്നുവിട്ട. അപ്പൊ ಅದಕ್ಕೆ ബദൽ തീർക്കുകയിട്ടിക്കർ എന്തായേ മുഅ്ത യുദ്ധം നടന്നേ അല്ലേ. ആ മുഅ്ത യുദ്ധത്തിൽ എന്തിനായിട്ട് ലാസ്റ്റ് ഡിസൈഡ് ആവാണ്ട് അത് പാതിൽ സ്റ്റോപ്പ് ആയത് ഇട്ടിക്കർ. അപ്പൊ ಅದರ ಬಾಕಿ ತೀರ್ಕೋಗು ಅದರ ಅರ್ಸ ತೀರ್ಕೋಗೈಟಿಕ್ರಿ ಗಸ್ಸಾನ್ ರಾಜ ವಾಪಸ್ ಮದೀನಕ್ಕೆ ಬಂತು. ಇಡೀ ಮುಸ್ಲಿಮೀಗೆಲ್ಲ ನಂಗೆ ಅಟ್ಯಾಕ್ ಹಾಕ್ರ അങ്ങനെ എല്ലാവരും നാശാക്കിற ചൊല്ലുടെ ആ ഒരു വാർത്ത സ്പ്രെഡ് ആക്കിരി. അപ്പൊ അതും ഇതേ ഒരു സന്ദർഭത്തിലേറ്റിക്കറ്. അപ്പൊ അതിന് ബദൽ തീർക്കുകയിട്ടിക്കറ്. പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കറ് തബൂക്ക് യുദ്ധത്തിക്ക് വേണ്ടിയിട്ട് പർത്തയിട്ട് പോണ്ടേ. അതല്ല ഇൻഷാ അല്ലാഹ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ മനസ്സിലാക്കുനായി ഇനി വേണ്ടതായ ക്ലാസ്സിൽ മനസ്സിലാക്കുനായി ഒരു വിഷയത്തിക്കറ്. അതല്ല ഞങ്ങൾ മനസ്സിലാക്കുക ഇൻഷാ അല്ലാഹ്.
അള്ളാഹു സുബ്ഹാനഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവന ചരിത്രത്തെ കൃത്യമായിട്ട് പഠിക്കുകയും അതിൽ കിട്ടുന്ന പാഠത്തെ ഉൾക്കൊള്ളുകയും നമുക്ക് എല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.